ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവ്യക്ത ശാന്തിയിലൂടെ ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നതിനായുള്ള ഇന്നത്തെ വിഷയമാണ് ഒരേ ഒരു ലഹരിയിൽ മാത്രം മുഴുകുക. ഇന്നത്തെ അവ്യക്ത സൂചന: ഏതൊരു കാര്യത്തിലും നവീനതയുടെ കണ്ടെത്തലിനായി ഏകാഗ്രതയുടെ ആവശ്യകതയുണ്ടാകുന്നു. ലൗകിക ലോകത്തിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, ആത്മീയ കാര്യങ്ങളായിക്കോട്ടെ, ശാസ്ത്രീയപരമായതാണെങ്കിലും ഏകാഗ്രത അർത്ഥം ഒരു സങ്കല്പത്തിൽ തന്നെ സ്ഥിതി ചെയ്യുക, ഒരു ലഹരിയിൽ മുഴുകുക, തൻ്റെ ശാന്തസ്വരൂപ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുക. ഇതിലൂടെയാണ് ബുദ്ധിയുടെ അലച്ചിൽ സഹജമായും സമാപ്തമാകുന്നത്. ദേഹത്തെയും ദൈഹിക ലോകത്തെയും സഹജമായും മറന്നോളും. ഡബിൾ ലൈറ്റ് മാലാഖ സ്ഥിതിയുടെ അനുഭവം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീദിജിയിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഓം ശാന്തി. ലഹരി എന്ന വാക്കിന് 2 അർത്ഥങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തോടുള്ള തീവ്രമായ ഇച്ഛ അഥവാ താല്പര്യം ഉണ്ടെങ്കിൽ പറയും ഇവർക്ക് ഇതിൻ്റെ ലഹരി പിടിച്ചിട്ടുണ്ടെന്ന്. അതുപോലെ വിവാഹത്തിന് മുൻപ് പറയാറുണ്ടല്ലോ, ആരെയാണോ വിവാഹം കഴിക്കാൻ പോകുന്നത് അവരോടുള്ള ലഹരി വർദ്ധിച്ചിട്ടുണ്ട്, ഇച്ഛ അഥവാ ആഗ്രഹം, താല്പര്യം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത്. കാരണം അവരോട് തന്നെയായിരിക്കും പിന്നെ ബുദ്ധിയോഗം. വിവാഹം കഴിക്കുന്നതിന് മുൻപായി പരസ്പരം 2 പേരും ഒരുമിച്ച് കാണുമ്പോൾ ഇവരാണ് ജീവിത പങ്കാളിയായിട്ട് ഉണ്ടാകുന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽക്ക് ബുദ്ധിയോഗം അവരിൽ തന്നെയായിരിക്കും ഉണ്ടാകുക. അതുപോലെ ഇവിടെയും ബാബ 2 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ബുദ്ധിയുടെ ഏകാഗ്രത, രണ്ടാമത് മനസ്സിൻ്റെ ഏകാഗ്രത. അപ്പോൾ മനസ്സിൽ ഒരു തവണ ലഹരി കയറി കഴിഞ്ഞാൽ, അവരുടെ ഓർമ്മ വന്നു കഴിഞ്ഞാൽ പിന്നീട് മുഴുവൻ ദിവസവും രാവും പകലും അവരുടെ തന്നെ ഓർമ്മയിൽ തന്നെയായിരിക്കും ഇരിക്കുക. പിന്നീട് ഏകാഗ്രത ആഴത്തിലുണ്ടാകുന്നതിനെക്കുറിച്ച് ബാബ പറയുന്നത്, എത്രത്തോളം നമ്മളെ മനസ്സിനെ ഏകാഗ്രമാക്കുന്നു അതിനനുസരിച്ച് പുതിയ പുതിയ ശ്രേഷ്ഠ സങ്കല്പങ്ങൾ മനസ്സിൽ രചിക്കാൻ തുടങ്ങും. പ്ലാനുകൾ നമുക്കുണ്ടാക്കാൻ സാധിക്കും. പുതിയ പ്ലാനിങ്ങുകൾ ടച്ചാവും. അതിനെയാണ് ബാബ പറയുന്നത്, ഏതൊരു കാര്യത്തിലും നവീനതയുടെ ഇൻവെൻഷൻ, കണ്ടുപിടുത്തത്തിനായി ഏകാഗ്രതയുടെ ആവശ്യകത ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ, ട്രെയിൻ എങ്ങനെയാണ് ഓടുന്നത്? ആരംഭത്തിലുള്ള ട്രെയിനെല്ലാം കൽക്കരി കൊണ്ടാണ് ഓടുക, കൽക്കരി ഉപയോഗിച്ച്. ഇന്ന് ഇലക്ട്രിസിറ്റി ആണല്ലോ, വൈദ്യുതി. ഒരു ഭായി കേൾപ്പിച്ചിരുന്നു, നമ്മളൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുകയാണെങ്കിൽ, ആ പാത്രം അടച്ചു വെക്കുകയാണെങ്കിൽ ഒരുപാട് തിള വരുമ്പോൾ അതിൻ്റെ മുകളിൽ അടച്ചു വെച്ച പാത്രം ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും. അവർക്കത് നല്ലതായി തോന്നി. അവർ എഞ്ചിൻ ഉണ്ടാക്കിയതിന് ശേഷം അതിൽ കൽക്കരി നിക്ഷേപിച്ചു. അതിന് പിറകിലായി ട്രെയിൻ ഉണ്ടാക്കി. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ വഴുതാൻ തുടങ്ങി. അപ്പോൾ കണ്ടുപിടുത്തങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഏകാന്തതയിൽ പോയി ഏകാഗ്രമായി ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നുന്നത്. ബാബ പറയുന്നത്, ലൗകിക ലോകത്തിലുള്ള കണ്ടുപിടുത്തങ്ങളായിക്കോട്ടെ, ആത്മീയ രീതിയിലുള്ള ഇൻവെൻഷൻ ആയിക്കോട്ടെ, ഏകാഗ്രത അർത്ഥം ഒരേ ഒരു സങ്കല്പത്തിൽ മാത്രം സ്ഥിതി ചെയ്യുക എന്നുള്ളതാണ്. അതിനായാണ് ബാബ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, സർവ്വതും ബാബയിലേക്ക് അർപ്പിക്കൂ, എൻ്റേത് സർവ്വതും ബാബയിലേക്ക് സമർപ്പണം ചെയ്യൂ. ബാബയിലേക്ക് സമർപ്പണം ചെയ്തുവെങ്കിൽ വളരെ ആഴത്തിൽ ഏകാഗ്രതയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ, പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇന്നത്തെ കാലത്ത് എന്ത് പുരുഷാർത്ഥ ചെയ്യണ്ടേ? ബാബ ദിവസേന ഓരോ പോയിന്റുകൾ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാബ എന്താണോ ദിവസേന പറയുന്നത് അത് അപ്രകാരം ഞാൻ ചെയ്താൽ മാത്രം മതി. ഇന്നലെ ബാബ പറഞ്ഞത് പ്രകാശ ശരീരത്തെക്കുറിച്ചാണല്ലോ. അഭ്യാസം ചെയ്തുകൊണ്ടേയിരിക്കണം. തൻ്റെ ശാന്തസ്വരൂപ സ്ഥിതിയിൽ നമുക്ക് സ്ഥിതി ചെയ്യേണ്ടതായുണ്ട്. ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ്, മറ്റൊരു സങ്കല്പങ്ങളും എന്നിൽ നടക്കുന്നില്ല. ഇങ്ങനെയുള്ള ഏകാഗ്രതയുണ്ടെങ്കിൽ നല്ല നല്ല പ്ലാനുകൾ വരുമെന്നുള്ളത് മാത്രമല്ല, സ്വയത്തിന് ശക്തിയും ലഭിക്കും.
മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അലയുകയില്ല. അലഞ്ഞാൽ ആ ശക്തി നമുക്കുണ്ടാവില്ല. ബാബ പറയുന്നത് ശാന്തസ്വരൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഇതിലൂടെയാണ് ബുദ്ധിയുടെ അലച്ചിലില്ലാതാകുന്നത്. മനസ്സിൻ്റെ അലച്ചിൽ എല്ലാവർക്കും അറിയുമല്ലോ. ബുദ്ധിയുടെയും അലച്ചിലുണ്ടാകുന്നു. അതില്ലാതാക്കാൻ വേണ്ടിയാണ് ബാബ പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ പുതിയ പ്ലാനുകൾ ഉണ്ടാക്കാനായിട്ട് നമ്മളോട് പറയുന്നത്. ഇതിലൂടെ ദൈഹിക ലോകത്തെ നമുക്ക് സഹജമായി മറക്കാൻ സാധിക്കും. അതിന് മുകളിലേക്ക് പോകാൻ സാധിക്കും. ആദ്യം ഈ ശരീരത്തിൽ നിന്നും ഉപരി പോകണം, പിന്നീട് പഞ്ചതത്വങ്ങളിലും ഉപരി പോകണം. പലരും പറയാറുണ്ട് സൂക്ഷ്മവദനത്തിൻ്റെ അനുഭൂതി ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മനസ്സും ബുദ്ധിയും കൊണ്ട് മുകളിലേക്ക് പോകണം. ഇതിലൂടെ ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്ഥിതിയുടെ അനുഭൂതി ഉണ്ടാകും. ദൈഹിക ലോകത്തെ സഹജമായി മറക്കാൻ സാധിക്കും. ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്ഥിതിയുടെ അനുഭൂതി ഉണ്ടാകും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഒരേ ഒരു ലഹരിയിൽ മാത്രം മുഴുകുക. മഗ്നസ്ഥിതി. ലഹരിയുടെ അഗ്നി നമുക്കുണ്ടായാൽ മഗ്നസ്ഥിതിയാകും. അതിലെല്ലാം ഭസ്മമായി തീരുകയും ചെയ്യും. അത്രയും ലഹരി നമ്മളിൽ ഉണ്ടാകണം. ബാബയുടെ അടുത്ത് ആരംഭത്തിൽ വന്ന സമയത്ത് ബാബയുടെ അടുത്തേക്ക് തന്നെ പോകണം, അവിടെ പോയി സേവനം ചെയ്യണം എന്നുള്ള തോന്നലായിരുന്നു. അതിരാവിലെയുള്ള സമയത്ത് 4:45 ആ ടൈമിൽ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങാൻ. ആ സമയത്ത് ഫുൾ ഇരുട്ടായിരിക്കും. 20 മിനിറ്റോളം സെൻറ്ററിലേക്ക് നടക്കണം, ബാബയുടെ വീട്ടിലേക്ക് നടക്കണം. 5 മണിക്കാണ് ക്ലാസ്. ഇപ്പോഴാണല്ലോ എല്ലാവർക്കും വണ്ടി ആവശ്യം. എൻ്റെ ഒരു കൂട്ടുകാരിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഓടി പോകുമായിരുന്നു. ഇന്നാരെങ്കിലും ഇരുട്ടുള്ള സമയത്ത് നടന്ന് ബാബയുടെ അടുത്തേക്ക് ബാബയുടെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും പോകുമോ? എന്താ വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എന്താ പറയുക? അയ്യോ വണ്ടി കിട്ടിയില്ല, സൂമിൽ തന്നെ കേൾക്കാമെന്ന് വിചാരിച്ചു. മുരളി നമുക്ക് വീട്ടിലിരുന്നുകൊണ്ടും ഇപ്പോൾ കേൾക്കാമല്ലോ. ആരംഭത്തിൽ ലഹരി ഉള്ള നാളുകളിൽ നമുക്കറിയുമേ ആയിരുന്നില്ല ഞാൻ നടക്കുകയാണ് എന്നുള്ളത്. എവിടേക്കാണ് പോണേ, എത്ര ദൂരമുണ്ട്, ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടിക്കാലത്തെ ദിവസം നിങ്ങളും ഓർമ്മിക്കണം. വളരെയധികം ബാബയുടെ ലഹരി നമുക്കുണ്ടായിരുന്ന ദിവസങ്ങൾ. ലഹരിയുടെ അഗ്നി എന്ന് പറയാൻ കാരണം അതിൽ ആണ് സർവ്വതും ഭസ്മമാകുക, സർവ്വതും മറക്കുക. അതിനാൽ നമുക്ക് എന്ത് ഹോംവർക്കാണ് ചെയ്യേണ്ടത്? ഞാൻ ലഹരിയിൽ മുഴുകിയിരിക്കുകയാണോ എന്ന് ചിന്തിക്കണം. ഈ ഒരു ഹോംവർക്ക് നമുക്ക് ഇന്നത്തെ ദിവസം ചെയ്യാം. ഓം ശാന്തി.